ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ പുരുഷൻ നിങ്ങളെ നല്ല രീതിയിൽ കെയർ ചെയ്യാറുണ്ടോ? നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നു എങ്കിൽ ആ ഒരു വ്യക്തിയുടെ സൈഡിൽ നിന്നും കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നോക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷൻ നിങ്ങൾ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഇതിൻ്റെ ഫസ്റ്റ് ഒരു സൈൻ എന്ന് പറയുന്നത് കെയർ ഫോർ യു എന്ന് തന്നെയാണ്. അതായത് നിങ്ങളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ, ഇതൊക്കെ ഈ ഒരു വ്യക്തി ഓർത്ത് വെക്കും. അതായത് നിങ്ങൾ പ്രപ്പോസ് ചെയ്ത ഡേ ആകാം, നിങ്ങളുടെ ബർത്ത്ഡേ ആകാം, അങ്ങനെ തുടങ്ങി നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ, ഈ ദിവസങ്ങളൊക്കെ ഈ ഒരു വ്യക്തി ഓർത്ത് വെക്കും. എന്നിട്ട് നിങ്ങളെ വിഷ് ചെയ്യും. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഈ ഒരു വ്യക്തി കുറച്ചധികം കെയറും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ ഒരു വ്യക്തി നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷണൽ സപ്പോർട്ടാണ്. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമം, സങ്കടം തുടങ്ങി ഏതവസ്ഥയിലാണെങ്കിലും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഈ ഒരു സമയത്ത് നിങ്ങളെ കുത്തി നോവിക്കുക അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കുക, അപമാനിക്കുക, ഇങ്ങനെയൊന്നും ചെയ്യാതെ നിങ്ങളുടെ വിഷമം എന്താണോ അതിനൊക്കെ കൂട്ടായിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഒരു വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാമിന് ഫെയിലായി, നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ആ ഒരു എക്സാം പാസ്സാകും എന്ന്. പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് നിങ്ങൾ മാത്രം ഫെയിലായി. ഇത് കണ്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ തന്നെ നിങ്ങളെ കളിയാക്കുകയാണ്. പക്ഷേ ഈ ഒരു വ്യക്തി മാത്രം നിങ്ങൾക്ക് കട്ട സപ്പോർട്ടായിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. അടുത്ത തവണ നീ എന്താണെങ്കിലും പാസ്സാകും, ഇതോർത്ത് വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ളായിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ നിൽക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തി നിങ്ങളെ അത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് പ്രോമിസസ് ആണ്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊരു വാക്ക് തരികയാണ്, എന്നിട്ട് ആ തന്ന വാക്ക് അതേപോലെ പാലിക്കുന്ന ഒരു ആളായിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാൻ ഒരാഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി പറയുകയാണ് 2 മാസം കഴിയട്ടെ, ഞാൻ എന്താണെങ്കിലും കൊണ്ടുപോകാം. പിന്നെ നിങ്ങൾ കുറേ നാളത്തേക്ക് ഈ ഒരു കാര്യമേ പറയുന്നില്ല. പക്ഷേ 2 മാസം കഴിയുമ്പോഴത്തേക്കും ഈ ഒരു വ്യക്തി ഓർമ്മിച്ചിട്ട് നിങ്ങളെ കറക്റ്റായിട്ട് ആ ഒരു പ്ലേസിലൊക്കെ കൊണ്ടുപോയി അവിടെയൊക്കെ കാണിച്ചു തരികയാണ്. അതേപോലെ തന്നെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും ഈ ഒരു വ്യക്തി പാഴാക്കുകയും ചെയ്യില്ല. ഇങ്ങനെയൊക്കെ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ആൾ തന്നെയാണ്. ഇതാണ് മൂന്നാമത്തെ ഒരു പോയിന്റ്. ഇനി നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഗുഡ് ലിസണർ ആയിരിക്കും. അതായത് നിങ്ങൾ എന്ത് പറഞ്ഞാലും, അതിപ്പോൾ പരാതി, പരിഭവം തുടങ്ങി എന്ത് കാര്യം പറഞ്ഞാലും ഈ ഒരു വ്യക്തി ശ്രദ്ധാപൂർവം അതൊക്കെ കേട്ടിരിക്കും. അല്ലാതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാൻ ചെല്ലുമ്പോഴത്തേക്കും ദേഷ്യപ്പെട്ട് എണീറ്റ് പോകുന്നു അല്ലെങ്കിൽ നിങ്ങളെ വഴക്ക് പറയുന്നു, ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. നിങ്ങൾ എത്ര പരാതി പറഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇതൊക്കെ കേട്ട് ലിസൺ ചെയ്തിരിക്കും. എന്നിട്ട് പ്രോപ്പറായിട്ട് ഇതിനുള്ളൊരു സൊല്യൂഷനും ഈ ഒരു വ്യക്തി പറഞ്ഞു തരും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ഇതാണ് ഫോർത്ത് പോയിന്റ്. ഇനി അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ വാല്യൂ തരുന്ന ഒരു ആളായിരിക്കും ഈ ഒരു വ്യക്തി. അതായത് അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയുകയാണ്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഒപ്പീനിയൻ കേട്ടതിന് ശേഷം മാത്രമായിരിക്കും കറക്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക അവരുടെ ലൈഫിൽ. ഇത്തരത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊക്കെ ഈ ഒരു വ്യക്തി വാല്യൂ തരുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഒരു വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ഇതാണ് ഫിഫ്ത്ത് പോയിന്റ്. ഇനി ആറാമത്തെ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു വ്യക്തി താഴ്ത്തി കെട്ടില്ല. അതായത് ചില പുരുഷന്മാരുണ്ട്, അവർ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടീനെ അല്ലെങ്കിൽ അവരുടെ വൈഫിനെ മറ്റുള്ള പുരുഷന്മാരുടെ മുമ്പിൽ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ അവരുടെ പേരൻസിൻ്റെ ഒക്കെ മുമ്പിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് താഴ്ത്തി കെട്ടുന്ന ആളുകളുമുണ്ട്. എല്ലാവരും ഇങ്ങനെ ചെയ്യും എന്നല്ല, പക്ഷെ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ട് നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തുകയോ അല്ലെങ്കിൽ അപമാനിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് എങ്കിൽ
അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തി നിങ്ങൾ നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ഇതാണ് 6ാമത്തെ ഒരു പോയിന്റ്. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പുരുഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡൊക്കെ ഇതേപോലെ ചെയ്യുന്ന വ്യക്തികളാണോ അല്ലയോ എന്നൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.